പുതിയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ച് തമിഴ്നാട് ഹിന്ദി ഒഴിവാക്കി തമിഴും ഇംഗ്ലീഷും മാത്രം ഉൾപ്പെടുത്തിയുള്ള നയമാണ് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ പ്രഖ്യാപിച്ചത്. ത്രിഭാഷാ നയത്തിനെതിരായ പ്രതിഷേധം തമിഴ്നാട് ശക്തമാക്കുന്നതിനിടെയാണ് നിർണായക പ്രഖ്യാപനം. കേന്ദ്രത്തിന്റെ ത്രിഭാഷാ നയത്തിന് ബദലായാണ് തമിഴ്നാട് മുഖ്യമന്ത്രി പുതിയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചത്. മൂന്നാം ഭാഷ വേണ്ടെന്നും കുട്ടികൾ ഇംഗ്ലീഷും തമിഴും മാത്രം പഠിച്ചാൽ മതിയെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. 2022 പുതിയ വിദ്യാഭ്യാസ നയത്തിനായി മുൻ ഹൈക്കോടതി ജഡ്ജി മുരുകേഷിന്റെ നേതൃത്വത്തിലുള്ള 14-അംഗ സമിതി രൂപീകരിച്ചത്. കഴിഞ്ഞ വർഷം ജൂലൈയിൽ സമിതി ശുപാർശകൾ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു. തമിഴ് ഭാഷയ്ക്ക് ഊന്നൽ നൽകിയാണ് പുതിയ നയം. നേരത്തെ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് സ്റ്റാലിൻ പലവട്ടം രംഗത്തെത്തിയിരുന്നു. വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാത്തതുകൊണ്ട് 2200 കോടി ഫണ്ട് കേന്ദ്രം അനുവദിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി തമിഴ്നാട് സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു. സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക അനുമതിയില്ലാതെ കേന്ദ്ര വിദ്യാഭ്യാസ നയവും PM ശ്രീയും നടപ്പാക്കാൻ അനുവദിക്കരുതെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. വിദ്യാഭ്യാസത്തിൽ പിന്തിരിപ്പൻ നയങ്ങൾ സർക്കാർ അനുവദിക്കില്ലെന്നും സമത്വവും യുക്തിസഹമായ ചിന്തയും പ്രോത്സാഹിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും സ്റ്റാലിൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.